നാസ്തികത എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നാസ്തികർ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ എന്നൊക്കെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ തത്വദർശനത്തെയും ചരിത്രത്തെയും സംബന്ധിച്ചുള്ള ഒരവലോകനം. ഇന്ന് സ്വതന്ത്ര ചിന്തകർ എന്നും ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. അതിന്ന് മാത്രമല്ല, നേരത്തെ തന്നെയും അങ്ങനൊരു വിശേഷണം ഉണ്ടായിട്ടുണ്ട്. അതത്ര വ്യാപകമല്ല എന്നേ ഉള്ളൂ. ഈ വിശേഷണങ്ങളെയും പേരുകളെയും സംബന്ധിച്ചുള്ളൊരു വിശകലനം തുടക്കത്തിൽ തന്നെ പ്രസക്തമാണ് എന്ന് തോന്നുന്നു. അത് സ്വയം സ്വീകരിച്ചിരിക്കുന്ന പേരുകളും അവകാശങ്ങളും അല്ലെങ്കിൽ വിശേഷണങ്ങളും പോലും എത്രത്തോളം അനർഹമായിട്ട് കടം കൊണ്ടതാണ് എന്ന് ചിന്തിക്കാൻ ഒരുപക്ഷെ നിമിത്തമായി തീർന്നേക്കാം. നാസ്തികം എന്ന ഒരു പദം, അതാണല്ലോ നമ്മുടെ തലക്കെട്ടായിട്ടും വെച്ചിട്ടുള്ളത്. നാസ്തി എന്ന് പറഞ്ഞാൽ അസ്ഥി എന്നതിൻ്റെ ഒരു വിപരീതമാണ്. ന എന്ന് സംസ്കൃതത്തിൽ പ്രിഫിക്സായിട്ട് വരുമ്പോൾ ഇംഗ്ലീഷിൽ നെ അല്ലെങ്കിൽ നോട്ട് എന്നൊക്കെ പറയുന്ന അർത്ഥമാണുള്ളത്. അസ്ഥി എന്ന് പറഞ്ഞാൽ ദെയർ ഈസ് അല്ലെങ്കിൽ ദെയർ എക്സിസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വാഭാവികമായിട്ടും ആസ്തികം എന്ന് പറയുമ്പോൾ ടു നോ ദാറ്റ് സംതിങ് എക്സിസ്റ്റ്, എന്തെങ്കിലും ഒന്ന് നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിന് അസ്തിത്വമുണ്ട് എന്ന് അറിയലാണ് യഥാർത്ഥത്തിൽ ആസ്തികം എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ നെഗേഷനാണ്, ഇതിൻ്റെ നിഷേധമാണ് നാസ്തികം എന്ന പദം എന്ന് സ്വാഭാവികമായി തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഏതിൻ്റെ അസ്തിത്വത്തെയാണ് നിഷേധിക്കുന്നത്? ഈ പദം സംസ്കൃത പദമായതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫിലോസഫിയിൽ അതുപോലെ ഇന്ത്യൻ മിത്തോളജിയിലുമൊക്കെ ഉപയോഗിക്കുന്നത് ഏതർത്ഥത്തിലാണെന്ന് പരിശോധിച്ചാൽ നാസ്തികോ വേദനിന്ദക എന്ന് ഒരു പരാമർശം മനുസ്മൃതിയിലുണ്ട്. അത് വേദനിന്ദകന്മാരാണ് നാസ്തികന്മാർ എന്നാണ്. രാമായണത്തിൽ ബുദ്ധനെ നാസ്തികനെന്ന് ശ്രീരാമൻ വിശേഷിപ്പിച്ചതായിട്ട് വായിക്കാൻ സാധിക്കും. യഥാഹി ചോര സ്തദാഹി ബുദ്ധസ്തദാഗതം നാസ്തികമത്ര വിദ്ധി. ഇത് ഭരതനോട് ശ്രീരാമൻ പറയുന്ന വാക്കാണ്. എന്ന് പറഞ്ഞാൽ ശ്രീരാമനെ തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന ഭരതൻ്റെ സംഘത്തിൽ ജാബാലി മുനി ഉണ്ടായിരുന്നു. ജാബാലി മുനി ബുദ്ധനാണ് എന്നൊരു സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനൊരു വർത്തമാനം ശ്രീരാമൻ പറയുന്നത്. അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി മകനിങ്ങനെ കഷ്ടപ്പെടുന്നതിൽ വലിയ ധാർമ്മിക മഹത്വമൊന്നുമില്ല എന്നായിരുന്നു ജാബാലിയുടെ വാദം. അപ്പോൾ ആ സമയത്താണ് ശ്രീരാമൻ ഇത് പറയുന്നത്. അതിൽ പറയുന്നത് ബുദ്ധൻ ചോരനാണ്, കള്ളനാണ്. തഥാഗതം എന്ന പദം ഉപയോഗിച്ചതുകൊണ്ട് ചരിത്രത്തിലെ ശ്രീബുദ്ധൻ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടത് എന്നത് വ്യക്തമാണ്. അതിലവിടെ നാസ്തികം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. സത്യത്തിൽ അവിടെയും ആർഷ അല്ലെങ്കിൽ ആര്യ വേദങ്ങളെ അവലംബിച്ചുകൊണ്ടുള്ളതല്ലാത്ത ഒരു തത്വശാസ്ത്രം വികസിപ്പിച്ചു എന്ന അർത്ഥത്തിലാണ് ബുദ്ധനെ നാസ്തികൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ നിരീശ്വരവാദപരമായ ഒരർത്ഥത്തിലല്ല എന്ന് കാണാൻ സാധിക്കും. പൊതുവെ ഇന്ത്യൻ ഫിലോസഫിയിൽ വേദങ്ങളുടെ ആസ്തിക്യത്തെ അംഗീകരിക്കുന്ന ദർശനങ്ങളെയാണ് ആസ്തികമെന്ന് വിശേഷിപ്പിക്കാറുള്ളത്. വേദങ്ങളുടെ ആസ്തിക്യത്തെ നിഷേധിക്കുന്ന ദർശനങ്ങളെ നാസ്തികം എന്നും പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പദങ്ങൾ അതിൻ്റെ നിഷ്പത്തിയിൽ ഈശ്വരാസ്തിത്വവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. മാത്രവുമല്ല, ഉപനിഷത്തുകളിൽ ആസ്തികം എന്ന പദം ആത്മത്തിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതായത് ആത്മവിശ്വാസമുള്ളവൻ ആസ്തികൻ, അതില്ലാത്തവൻ നാസ്തികൻ എന്നൊരു തരംതിരിവാണ് അവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത്. എന്തായിരുന്നാലും ഈ അർത്ഥത്തിൽ നാസ്തികം എന്നൊരു പദത്തെ വിശകലനം ചെയ്യുകയാണ്. അതിങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ വേദം എന്നതിൻ്റെ സ്ഥാനത്ത് ഈശ്വരൻ എന്നത് പകരം വച്ചാൽ ഈശ്വരൻ്റെ ആസ്തിക്യത്തെ നിഷേധിക്കുന്ന വിഭാഗം നാസ്തികരും അത് അംഗീകരിക്കുന്ന വിഭാഗം ആസ്തികരുമായി തീരും. ഈ അർത്ഥത്തിലുള്ള ഒരു നാസ്തികത അതിൻ്റെ ഒരു വിശേഷണമായിട്ട്, നിരീശ്വരവാദത്തിൻ്റെ ഒരു വിശേഷണമായിട്ട് അംഗീകരിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് പ്രയാസമൊന്നുമില്ല. അതേസമയം തന്നെ പൊതുവെ ഇവർ അറിയപ്പെടുന്നത് യുക്തിവാദികൾ എന്ന പേരിലാണ്. അതുപോലെ പറഞ്ഞു ഇപ്പോൾ സ്വതന്ത്ര ചിന്തകർ എന്ന പേരിൽ.
സ്വതന്ത്ര ചിന്ത എന്ന പേര് യഥാർത്ഥത്തിൽ വ്യാജമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ചിന്താപരമായി തീർത്തും സ്വതന്ത്രനാകണമെങ്കിൽ അയാൾക്ക് ഒരാശയത്തോടും യാതൊരു തരത്തിലുള്ള ആഭിമുഖ്യവും ഉണ്ടാവരുത്. മാത്രവുമല്ല, അയാൾക്കൊരു തരത്തിലുള്ള മുൻവിധിയും അയാളെ നയിക്കാൻ പാടില്ല. ഇങ്ങനെ വരുമ്പോൾ മാത്രമാണ് അയാളെ സ്വതന്ത്രൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അതേസമയം നിരീശ്വരവാദം എന്ന ഒരു പ്രതലത്തിൽ, ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ആ ഒരു മുൻവിധി, അതിനെ നിരാകരിക്കുന്ന അല്ലെങ്കിൽ അതിന് പോറലേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആർഗ്യുമെൻറ്റും അവരുടെ പക്ഷത്ത് നിന്ന് ഒരു നിലക്കും ഉണ്ടാവുകയില്ല. അപ്പോൾ സ്വാഭാവികമായും അത് ചിന്താപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നേരെ മറിച്ച് വിശ്വാസികളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. വിശ്വാസം അല്ലെങ്കിൽ അവർ കൈക്കൊണ്ടിരിക്കുന്ന മത സമ്പ്രദായങ്ങൾ, ദർശനം, ഇതിന് എതിരായിട്ട് വരുന്ന യാതൊരു തരത്തിലുള്ള ആർഗ്യുമെൻസും അവർ മുന്നോട്ട് വെക്കുകയില്ല. ഇങ്ങനെ മുന്നോട്ട് വെക്കാതിരിക്കുന്നതിൻ്റെ യുക്തിയും യുക്തിരാഹിത്യമൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, സ്വതന്ത്ര ചിന്ത എന്നത് യഥാർത്ഥത്തിൽ ഒരു മിഥ്യയാണ്. വിശ്വാസത്തെ ഡെലൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ഫ്രോയിഡാണ്. ഫ്രോയിഡിനെ ഉപജീവിച്ചുകൊണ്ടാണ് റിച്ചർഡ് ഡോക്കിൻസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് ഗോഡ് ഡെലൂഷൻ എന്ന് പേര് നൽകിയത്. അപ്പോൾ ഇതുപോലൊരു ഡെലൂഷൻ മാത്രമാണ് ഇപ്പറയുന്ന സ്വതന്ത്ര ചിന്ത, ഫ്രീ തിങ്കിങ് എന്ന് പറയുന്ന ഒരു ഏർപ്പാടും എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. പിന്നെയുള്ളത് യുക്തിവാദം എന്ന് പറയുന്നൊരു ആശയമാണ്. എന്താണ് യുക്തിവാദം എന്നത് അവിടെ ചിന്തിക്കേണ്ടതുണ്ട്. യുക്തിവാദം എന്ന് പറഞ്ഞാൽ ആധുനിക പാശ്ചാത്യ തത്വചിന്ത രണ്ട് ഭാഗമായിട്ട് വേർതിരിയപ്പെട്ടിരുന്ന സമയത്ത് ഒരു വിഭാഗം അറിയപ്പെട്ടത് റാഷണലിസ്റ്റുകൾ എന്നാണ്, മറ്റൊരു വിഭാഗം അറിയപ്പെട്ടത് എംപിരിസിസ്റ്റുകൾ എന്നാണ്. റാഷണലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മനുഷ്യന് ജ്ഞാനം നേടാൻ സാധിക്കുന്നത് 3 മാർഗങ്ങളിലൂടെയാണ് എന്ന് പറയപ്പെടാറുണ്ട്. അതിലൊന്ന് സെൻസാണ്, അഥവാ നമ്മുടെ ശാരീരികമായ ഇന്ദ്രിയങ്ങൾ. രണ്ടാമത്തത് റീസണിംഗ് ആണ്, കാരണങ്ങളുമായി ബന്ധപ്പെട്ട വിശകലനമാണത്. മൂന്നാമത്തത് ലോജിക്കാണ്. ഇതിൽ സെൻസിന് പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ സെൻസിനെ മാത്രം അംഗീകരിക്കുന്ന അത്തരത്തിലുള്ള ആശയങ്ങളെയാണ് എംപിരിസിസം അല്ലെങ്കിൽ അനുഭവമാത്രപരം എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. മറുഭാഗത്ത് റീസണിനും ലോജിക്കിനും പ്രാധാന്യം നൽകുന്ന ആളുകളെ റാഷണലിസ്റ്റുകൾ അല്ലെങ്കിൽ യുക്തിവാദികൾ എന്നും വിശേഷിപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ധാരയിലും ഈശ്വരവിശ്വാസികളും നിരീശ്വരവാദികളുമുണ്ട്, സേശ്വരവാദികളുമുണ്ട്, നിരീശ്വരവാദികളുമുണ്ട്. അതുകൊണ്ട് യുക്തിവാദം എന്ന ഒരു വാദം യഥാർത്ഥത്തിൽ നിരീശ്വരവാദത്തെ ഒരു നിലക്കും അടയാളപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിലും അതുണ്ട് എന്നുള്ളത് അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് തന്നെയുമല്ല, കുറേ കൂടി കൂടുതലായിട്ട് ഇപ്പറയുന്ന നാസ്തികവാദം അല്ലെങ്കിൽ നിരീശ്വരവാദം ബന്ധപ്പെട്ട് നിൽക്കുന്നത് റാഷണലിസത്തോടല്ല, മറിച്ച് എംപിരിസിസത്തോടാണ്. റാഷണലിസം എന്നത് കേവലം ഒരു അവകാശവാദം മാത്രമാണ്. എത്തീസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കാം. അതിനപ്പുറം ഒരു റാഷണലിസ്റ്റ് എന്ന വിശേഷണം ഒരിക്കലും തന്നെ അവർക്ക് ചേരുന്നതല്ല. കാരണം എന്തെന്നാൽ, ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ, ദൈവത്തെ നിഷേധിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? ദൈവത്തിൻ്റെ ആസ്തിക്യത്തെ സ്ഥാപിക്കുന്നതിനുള്ള എംപിരിക്കൽ എവിഡൻസുകളൊന്നുമില്ല, അനുഭവമാത്രപരമായിട്ടുള്ള തെളിവുകളില്ല എന്നാണ് അവർ വാദിക്കുന്നത്. അനുഭവമാത്രപരമായ തെളിവുകളുടെ അഭാവത്തിൽ ദൈവത്തെ നിഷേധിക്കുമ്പോൾ കൂടുതലായിട്ട് ഇവർ ചേർന്ന് നിൽക്കുന്നത് ഇപ്പറയുന്ന എംപിരിസിസത്തോടാണ് എന്നുള്ളത് വ്യക്തമാണല്ലോ. ഒരിക്കലും തന്നെ ദൈവമെന്ന് പറയുന്നതിനെ യുക്തി കൊണ്ട് അംഗീകരിക്കാൻ നമുക്ക് പറ്റിയേക്കും. അതേസമയം ആ ഒരു യുക്തിയെ ഒരു നിലക്കും സ്വീകരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നതിൽ നിന്ന് തന്നെ യുക്തിവാദം എന്ന വിശേഷണം ഒരിക്കലും തന്നെ നിരീശ്വരവാദത്തിന് അന്വർത്ഥമല്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ വസ്തുനിഷ്ഠതയാണ് എംപിരിസിസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. അതേസമയം യുക്തിവാദം അന്ധപ്രജ്ഞക്ക്, ഇൻഡ്യൂഷൻ എന്ന് നമ്മൾ പറയും, അതിന് മുൻഗണന കൊടുക്കുന്നു എന്ന് കാണാം. പുതിയ കാലത്ത് നിർവചനമൊന്ന് മാറ്റി, അതായത് കൂടുതൽ ഭൗതികവാദപരമായ നിരീശ്വരവാദപരമായ നിലപാടുകൾ സ്വീകരിച്ചവർ യുക്തിവാദികളെന്നറിയപ്പെട്ടപ്പോൾ അന്ധപ്രജ്ഞയെ നിരാകരിക്കുന്ന വിഭാഗമാണ് യുക്തിവാദികൾ എന്നൊരു നിർവചനം വന്നു. പക്ഷേ ഇതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. യുക്തിവാദത്തിൻ്റെ ആചാര്യന്മാരായിട്ട് പാശ്ചാത്യ തത്വചിന്തയിൽ അറിയപ്പെട്ട
റെനെ ദെക്കാർത്തെ, അതുപോലെ ബാറൂച്ച് സ്പിനോസ, ലെയ്ബനിസ് മുതലായിട്ടുള്ള ആളുകളൊക്കെയും ദൈവവിശ്വാസികളാണെന്ന് മാത്രമല്ല, ദൈവാസ്തിക്യത്തെ യുക്തിപരമായി വിശകലനം ചെയ്യുകയും സ്ഥാപിക്കുകയും ചെയ്തവരാണ് എന്ന് കാണാൻ സാധിക്കും. തികച്ചും യുക്തിപരമായ സമീപനം തന്നെയായിരുന്നു ദെക്കാർത്തിൻ്റേതും മറ്റുമൊക്കെ. അവരത് അങ്ങനെ തന്നെയാണ്. ദെക്കാർത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് തന്നെയുണ്ട്. ആർഗ്യുമെൻറ്റ് ഫ്രം ദി ഒറിജിൻ ഓഫ് ദി ഐഡിയ ഓഫ് ഗോഡ് എന്നാണ് അതിൻ്റെ പേര്. എന്ന് പറയുമ്പോൾ ദെക്കാർത്ത് അവതരിപ്പിക്കുന്ന ആ ആർഗ്യുമെൻറ്റ്, അതിൻ്റെ യുക്തിയെ സംബന്ധിച്ചൊക്കെ നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രം പിന്നീട് ചർച്ച ചെയ്യാം. എന്തായിരുന്നാലും ഈ അർത്ഥത്തിൽ ഇവരെല്ലാം തന്നെ ദൈവാസ്തിക്യത്തെ അംഗീകരിച്ചവരാണ് എന്ന് കാണാൻ സാധിക്കും. ഇപ്പറയുന്ന ഇൻഡ്യൂഷന് പ്രാധാന്യം നൽകാതെ വസ്തുനിഷ്ഠമായി മാത്രം അറിവിനെ വിശകലനം ചെയ്യാൻ സമീപിക്കുന്ന രീതി അത് യുക്തിവാദത്തിൻ്റേതല്ല, അത് യഥാർത്ഥത്തിൽ എംപിരിസിസത്തിൻ്റേതാണ് എന്ന് കാണാൻ സാധിക്കും. സെൻസറി എക്സ്പീരിയൻസ് അതാണ് അതിൻ്റെ അടിസ്ഥാനം. ഇന്ദ്രിയമാത്രപരമായിട്ടുള്ള, ഇന്ദ്രിയജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോഴിങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് യുക്തിവാദം എന്ന നിലക്കല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്, മറിച്ച് നാസ്തികവാദം വളരെ കൃത്യമാണ്, അല്ലെങ്കിൽ നിരീശ്വരവാദം. ജ്ഞാനോദയത്തിൻ്റെ ആരംഭത്തിൽ, അല്ലെങ്കിൽ ജ്ഞാനോദയത്തിൻ്റെ ആരംഭത്തിന് തൊട്ടടുത്ത കാലത്ത്, അപ്പോഴാണ് ഈ പറയുന്ന രണ്ട് പ്രതിഭാസങ്ങളും ഉണ്ടായിട്ടുള്ളത് ഫിലോസഫിയിൽ. കോണ്ടിനെൻ്റൽ റാഷണലിസം എന്ന് പറയാറുണ്ട് ദെക്കാർത്തിൻ്റെയും മറ്റും വാദത്തെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മെയിൻലാൻഡ് യൂറോപ്പിലാണ് അത് ഉത്ഭവിച്ചത്. ദെക്കാർത്തും സ്പിനോസയും ഒക്കെ കോണ്ടിനെൻ്റൽ യൂറോപ്പ് അല്ലെങ്കിൽ മെയിൻലാൻഡ് യൂറോപ്പിലുള്ള തത്വചിന്തകന്മാരാണ്. ഇതിന് വിരുദ്ധമായിട്ട് ബ്രിട്ടീഷ് എംപിരിസിസം എന്നാണ് മറുഭാഗത്തുള്ള ചിന്ത അറിയപ്പെട്ടത്. കാരണം ജോൺ ലോക്കയെ പോലുള്ള തത്വചിന്തകന്മാരൊക്കെ ഇംഗ്ലീഷുകാരാണ്, ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലായിരുന്നു ആ സമയത്ത് നടന്നിരുന്നത് എന്ന് കാണാൻ സാധിക്കും. പിന്നീട് ഈ പറയുന്ന എംപിരിസിസത്തിന് പലതരത്തിലുള്ള ഉൾപ്പിരിവുകളുണ്ടായി. ഇതെന്തിനാണിത് പറയുന്നത് എന്ന് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. നിരീശ്വരവാദവുമായി ഇതെങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. കാരണം അതിൻ്റെ ഒരു ദർശനമാണല്ലോ പ്രധാനമായും എൻ്റെ വിഷയത്തിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിന് ചില ഉൾപ്പിരിവുകളുണ്ടായി എംപിരിസിസത്തിന്. അത് തന്നെ പിന്നീട് വളരെ ആശയവാദപരമായ ഒരു തലത്തിലേക്കും പോയി. അതിലൊന്ന് റിലേറ്റിവിസം എന്ന് പറയും, ആപേക്ഷികവാദം. അതെന്താണെന്ന് വെച്ചാൽ അറിവ്, സത്യം, ധാർമ്മികത ഇതെല്ലാം തന്നെ ചരിത്രപരമായ സന്ദർഭങ്ങളും വികാസങ്ങളുമായി മാത്രം ബന്ധപ്പെടുന്നതാണ്, ഒന്നും കേവലമല്ല. കേവലമായ ജ്ഞാനം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല. മനുഷ്യൻ്റെ ജ്ഞാനവും അതോടൊപ്പം സംസ്കാരവും മനുഷ്യൻ്റെ ധാർമ്മികത പോലും അടിസ്ഥാനപരമായി ട്രൂത്ത് തന്നെയും സാഹചര്യങ്ങൾ, ചരിത്രപരമായ സന്ദർഭങ്ങൾ, അതിൻ്റെ വികാസം ഇതുമായി മാത്രം ബന്ധപ്പെടുന്ന ഒന്നാണ്. അതിനൊന്നും അബ്സല്യൂട്ട് എന്ന് പറയുന്നൊരു സ്ഥാനം നൽകാൻ പറ്റില്ല, കേവലം എന്ന സ്ഥാനം നൽകാൻ പറ്റില്ല. ഇതാണ് റിലേറ്റിവിസം എങ്കിൽ മറ്റൊരു വിഭാഗം ഉണ്ടായത് മെറ്റാഫിസിക്കൽ എന്നാണ് അറിയപ്പെടുന്നത്. മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞാൽ അതിഭൗതികവാദികൾ. അവർ ഇപ്പറയുന്ന ഇന്ദ്രിയജ്ഞാനം തന്നെയെ മനുഷ്യന് നേടാൻ സാധിക്കൂ എന്നവർ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ശരിയെന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന അറിവ് ഇന്ദ്രിയജ്ഞാനത്തിലൂടെ കിട്ടുന്ന ഭൗതിക പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള അറിവ് മാത്രമാണ്. പക്ഷെ അതേസമയം ഭൗതികാതീതമായ ഒരു ആശയമുണ്ട് എന്നവർ സമ്മതിച്ചു. ഇതാണ് കേവല ആശയവാദികളായിട്ട് അതിഭൗതികവാദികളാക്കിയിട്ട് അവരെ മാറ്റിയത്. അവർ പിന്നീട് തനി ആശയവാദത്തിൻ്റെതായ ഒരു ലൈൻ സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു വിഭാഗം സയൻറ്റിസ്റ്റുകളാണ്. ശാസ്ത്രീയ അനുഭവവാദം എന്നാണ് സയൻറ്റിസം എന്ന് പറഞ്ഞാൽ അർത്ഥം. അതെന്താണെന്ന് വെച്ചാൽ സംശയരഹിതമായ അറിവ് പകരാൻ ഭൗതിക ശാസ്ത്രങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ്. നമ്മൾ പരിശോധിച്ചാൽ ഇന്നത്തെ ഈ നിരീശ്വരവാദം നിലകൊള്ളുന്നത് ആദ്യം പറഞ്ഞ റിലേറ്റിവിസത്തിൻ്റെയും ഇപ്പോൾ പറഞ്ഞ ഈ സയൻറ്റിസത്തിൻ്റെയും ആധാരത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സ്വാഭാവികമായും അത് എംപിരിസിസവുമായി ബന്ധപ്പെടുന്നത് മാത്രമല്ല, അവരുടെ അടിസ്ഥാന ദർശനം തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ലോകത്തെക്കുറിച്ചുള്ള അവരുടെ വ്യാഖ്യാനം, അതോടൊപ്പം തന്നെ ധാർമ്മികതയെക്കുറിച്ചുള്ള ചിന്ത, ഇതെല്ലാം തന്നെ. ധാർമ്മികത എന്ന് പറയുന്നത് തീർത്തും റിലേറ്റീവാണ് എന്ന് വരുമ്പോൾ സനാതനമായ, ശാശ്വതമായ, അടിസ്ഥാനപരമായ മൂല്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ സയൻറ്റിസം എന്ന് പറയുമ്പോൾ സയൻസ് മാത്രമാണ് ശരി. അതാണല്ലോ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിരാകരണത്തിൻ്റെ അടിസ്ഥാന കാരണം. എംപിരിക്കൽ എവിഡൻസ് ഇല്ല, ശാസ്ത്രീയമായ തെളിവുകളില്ല എന്നർത്ഥം. അപ്പം നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ജ്ഞാനത്തെയും വിശകലനത്തെയും സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് നമ്മൾ പോകുമ്പോൾ സയൻസ് മാത്രമാണോ യഥാർത്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ ഏക സ്രോതസ്? അല്ലെങ്കിൽ അറിവ് വികസിപ്പിക്കുന്നതിനുള്ള ഒരേയൊരു മാർഗം സയൻസ് മാത്രമാണോ?
ആണെന്നാണ് നാസ്തികർ, അത് പൗരാണിക നാസ്തികരാണെങ്കിലും ആധുനിക നാസ്തികരാണെങ്കിലും ഇപ്പോഴത്തെ നവനാസ്തികരാണെങ്കിലും അവരുടെയൊക്കെയും പൊതുവായിട്ടുള്ളൊരു വാദം ഇതാണ്. സയൻസാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ സയൻസിൽ തെളിവില്ലെങ്കിൽ, അതിൽ തന്നെ ദൈവവിശ്വാസത്തിന് തെളിവില്ല എന്ന് പറയുമ്പോൾ, ദൈവാസ്തിക്യത്തിന് തെളിവില്ല എന്ന് പറയുമ്പോൾ മുന്നോട്ട് വെക്കാറുള്ളൊരു വാദമുണ്ട്. ദ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ സാന്നിധ്യത്തിന്, തെളിവിൻ്റെ അഭാവം എന്ന് പറയുന്നത് അഭാവത്തിൻ്റെ തെളിവാണ്. തെളിവിൻ്റെ അഭാവം എന്ന് പറയുന്നത് അഭാവത്തിൻ്റെ തെളിവാണ്. യഥാർത്ഥത്തിൽ ആബ്സെൻസ് എന്ന് അഥവാ നോൺ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന അഭാവം എന്ന് പറയുന്ന സംഗതിയെ സംബന്ധിച്ച് പോലും ശരിയായിട്ടുള്ളൊരു വിശകലനം നടത്താത്തതിൽ നിന്ന് ഉണ്ടാകുന്നൊരു വർത്തമാനമാണിത്. അഭാവത്തെക്കുറിച്ചൊക്കെ പണ്ടേ ചിന്തകന്മാർ വളരെ ശക്തമായി യുക്തിഭദ്രമായി വിശകലനം ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം ഓർമ്മ വരുന്നത് ഇന്ത്യയിലെ തത്വചിന്തകനായിട്ടുള്ള കണാദൻ. അദ്ദേഹവും പ്രത്യക്ഷത്തിലൊരു ഭൗതികവാദി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് അഭാവം 4 തരമുണ്ടെന്നാണ്. അതിലൊന്ന് പ്രാഗഭാവമാണ്, ഒന്നുണ്ടാകുന്നതിന് മുമ്പുള്ള ഭാവം. രണ്ടാമത്തത് പ്രധ്വംസാഭാവമാണ്, ഒന്നുണ്ടായതിന് ശേഷമുള്ള ഭാവം, ഉണ്ടായി നശിച്ചതിന് ശേഷമുള്ള ഭാവം. മൂന്നാമത്തത് അന്യോന്യാഭാവം എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നല്ല എന്ന് സ്ഥാപിക്കുന്നതാണ്. ഒന്ന് മറ്റൊന്നല്ല എന്നുള്ളത് ആശയതലത്തിലും ഭൗതിക തലത്തിലും ആവാം. ഞാൻ ദൈവമല്ല എന്ന് പറയുമ്പോൾ അത് അന്യോന്യാഭാവത്തിൻ്റെ ഉദാഹരണമാണ്. മറ്റൊന്നുകൂടിയുണ്ട്. ഉപനിഷത്തിലൊരു വാക്യം കാണാം, കേനോപനിഷത്തിൽ, നേതം യതിതം ഉപാസതേ എന്ന് പറഞ്ഞാൽ ഇത് എന്നറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഉപാസിക്കുന്നതൊന്നും അതല്ല. അവിടെ അത് എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്, ഒരു അബ്സല്യൂട്ട് റിയാലിറ്റി, കേവല യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒരു ആശയത്തെയാണ് അത് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതേസമയം ഇത് എന്ന് പറയുമ്പോൾ സാധാരണക്കാർ ഉപാസിക്കുന്ന വിഗ്രഹങ്ങളും ദൈവങ്ങളുമൊക്കെയാണ്. അപ്പോൾ അവരോട് പറയുന്നത് നേതം യതിതം ഉപാസതേ എന്ന് പറയുമ്പോൾ ഈ ഉപാസനാ രീതികളിൽ അതില്ല. നിങ്ങൾ ഇതിനു മുമ്പിലൊക്കെയും ഉപാസന നടത്തുകയാണെങ്കിൽ അവിടെ അത് അഥവാ ഈ പരബ്രഹ്മം, കേവല റിയാലിറ്റി എന്ന് പറയുന്ന സാധനമില്ല. ഇത് അതിനെ നിരാകരിക്കുന്നു, അല്ലെങ്കിൽ അത് ഇതിനെ നിരാകരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഇപ്പറയുന്ന മ്യൂച്വൽ നോൺ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ അന്യോന്യാഭാവം എന്ന് പറയുന്ന തത്വം വർക്കൗട്ട് ചെയ്യും. നാലാമതായിട്ടാണ് കണാദൻ പറയുന്നത് അത്യന്താഭാവം എന്ന് പറഞ്ഞാൽ അബ്സൊല്യൂട്ട് നോൺ എക്സിസ്റ്റൻസ്. അപ്പോൾ ഒന്നിൻ്റെ ആബ്സെൻസ് അല്ലെങ്കിൽ നോൺ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് പലതരത്തിലാവാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ആബ്സെൻസ് ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ എവിഡൻസ് ഓഫ് ആബ്സെൻസ് ആവില്ല. അത് ആബ്സെൻസിനെ കുറിച്ച് തന്നെയുള്ള തിരിച്ചറിവില്ലായ്മയിൽ നിന്ന് സംഭവിക്കുന്നതാണ് എന്ന് കാണണം. ഒന്നിൻ്റെ സാന്നിധ്യത്തിന് തെളിവില്ലെങ്കിൽ അത് ലാക്ക് ഓഫ് എവിഡൻസ് ആവാം. എന്ന് പറഞ്ഞാൽ തെളിവിൻ്റെ കുറവാകാം, അല്ലെങ്കിൽ അതിൻ്റെ ശൂന്യതയാവാം, അല്ലെങ്കിൽ ഇഗ്നറൻസും ആവാം. ഇഗ്നറൻസ് ആവാം, അജ്ഞതയാവാം. അതിനപ്പുറം തെളിവില്ല എന്നത് ഇല്ലായ്മക്കുള്ള തെളിവാവുക എന്നത് തത്വചിന്താപരമായി സാധൂകരിക്കപ്പെടാൻ സാധിക്കുന്നതല്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ശാസ്ത്രമാത്രവാദത്തിൻ്റെ മറ്റൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രീയമായ മാർഗത്തെക്കുറിച്ച് പല വർത്തമാനങ്ങളും പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ പ്രചോദനം സത്യാന്വേഷണമല്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ശാസ്ത്രത്തിൻ്റെ പ്രചോദനം എന്ന് പറയും, ശാസ്ത്രം നാഗരികതയുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അതേസമയം സംസ്കാരവുമായി ബന്ധപ്പെടുന്നത് മതമാണ്. ഇത് അന്നലക്ക് തന്നെ അലി ഇസ്സത്ത് ബഗോവിച്ചിൻ്റെ വളരെ യുക്തിഭദ്രമായിട്ടുള്ള വിശകലനം ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് സത്യാന്വേഷണമല്ല, അത് യഥാർത്ഥത്തിൽ അതിജീവനവുമായി ബന്ധപ്പെട്ടതാണ്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടതാണ്. ശാസ്ത്രത്തെക്കാൾ മുമ്പേ സാങ്കേതിക വിദ്യയുണ്ട്. ശിലായുഗത്തിൽ നിന്ന് മനുഷ്യൻ പുരോഗമിക്കുന്നത് പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ്. ഈ ഓരോ സാങ്കേതിക വിദ്യയും വികസിച്ച് വരുന്നത് മനുഷ്യൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടെ യഥാർത്ഥത്തിൽ സത്യാന്വേഷണം എന്ന് പറയുന്ന ഒരു സംഗതി അതിൻ്റെ പ്രചോദനമായി മാറുന്നേയില്ല. ആധുനിക ശാസ്ത്രം ഇത്തരത്തിലുള്ള അന്വേഷണത്തിൽ പരീക്ഷണ നിരീക്ഷണങ്ങളുടേതായ ഒരു കൃത്യതയും കൂടി കൂട്ടിച്ചേർത്തു എന്ന് നമുക്ക് സമ്മതിക്കാം. അപ്പോഴും ഇത് ഒരു അബ്സല്യൂട്ട് റിയാലിറ്റി അല്ലെങ്കിൽ കേവലമായ യാഥാർത്ഥ്യം എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാകുന്നില്ല. അങ്ങനെ ആരും അവകാശപ്പെട്ടിട്ടുമില്ല എന്നുകൂടി നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന് സ്വയം ധാർമ്മികത നിർണ്ണയിക്കാനും സാധിക്കില്ല. ഇതും പ്രത്യേകം കാണേണ്ടതാണ്. ശാസ്ത്രം തന്നെ ധാർമ്മികതയായി മാറുകയാണെങ്കിൽ അത് ലോകത്തുണ്ടാക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രജ്ഞന്മാർ തന്നെ മുന്നറിയിപ്പ് നൽകിയതായി ധാരാളമായി കാണാൻ സാധിക്കും. ഇതാണ് രണ്ടാമത്തെ കാര്യമെങ്കിൽ, സയൻറ്റിസവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഒരു വിശകലനം. പലപ്പോഴും സയൻസ്
വികസിപ്പിക്കുന്ന വിഷയങ്ങൾ ഉത്ഭവിക്കുന്നത് സയൻസിൽ നിന്നല്ല. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഈ അടുത്ത് ഒരാളുമായി സംസാരിക്കുന്ന സമയത്ത് അയാൾ ഇപ്പറയുന്ന ശാസ്ത്രീയമായ എവിഡൻസ് ഇല്ലാത്ത, മെറ്റീരിയൽ എവിഡൻസ് ഇല്ലാത്ത സർവ്വത്തിനെയും നിരാകരിക്കുന്നു. അയാൾ റിലീജിയനെ നിരാകരിക്കുന്നു, ഫിലോസഫിയെ നിരാകരിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സൈക്കോളജിയെ പോലും നിരാകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ സയൻറ്റിസത്തിൻ്റെ അതിതീവ്രതയാണ് അദ്ദേഹത്തിൻ്റെ വാദത്തിൽ കാണുന്നത്. അദ്ദേഹം മനുഷ്യൻ്റെ ധാർമ്മികമായ വികാസത്തെ അംഗീകരിക്കുന്നു. പക്ഷേ വികാസങ്ങളും ബന്ധങ്ങളും സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധതയും ഒക്കെ രൂപപ്പെട്ട് വരുന്നത് മനുഷ്യൻ്റെ ന്യൂറോണുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൈക്കോളജി എന്ന ശാഖയ്ക്ക് പോലും ഒരു പ്രസക്തിയുമില്ല. മനുഷ്യൻ്റെ മനസ്സ് വായിക്കാൻ സാധിക്കുന്നത് ന്യൂറോ സയൻസിന് മാത്രമാണ് എന്നുള്ളതാണ് വാദം. ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ന്യൂറോ സയൻസ് മനുഷ്യൻ്റെ മനസ്സിനെയാണ് വിശകലനം ചെയ്യുന്നതെങ്കിൽ, മനസ്സ് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൈക്ക്, മൈൻഡ് പോലുള്ള ചില ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങൾ സയൻസിൻ്റെ സംഭാവനയല്ല. ചരിത്രം പരിശോധിക്കാം നമുക്ക്, ഇത് വെറുതെ പറയുന്നതല്ല. സൈക്ക് എന്ന ആശയം തത്വചിന്തയുടെയും റിലീജിയൻ്റെയും സംഭാവനയാണ്. മൈൻഡ് എന്ന ആശയവും അതുതന്നെയാണ്. നഫ്സിനെ കുറിച്ച് ധാരാളം പരാമർശങ്ങൾ ഖുർആനിൽ കാണാം, നഫ്സിനെയും കൽബിനെയും സംബന്ധിച്ച്. മനസ്സ് എന്ന പദം പ്രയോഗിക്കാതെ ഒരധ്യായം പോലും വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ കടന്നു പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇതൊക്കെ മോഡേൺ സയൻസ് ഉണ്ടാകുന്നതിന് മുമ്പുള്ളതാണ്. അവിടെ അതിലാണ് യഥാർത്ഥത്തിൽ മൈൻഡ് എന്ന ആശയം മുന്നോട്ട് വെക്കപ്പെടുന്നത്. സൈക്ക് എന്ന ആശയം ക്ലാസിക്കൽ ഗ്രീക്ക് ഫിലോസഫിയുടെ സംഭാവനയാണ്. ഇതിൽ നിന്നാണ് ന്യൂറോ സയൻസ് മനസ്സിനെ കുറിച്ച് പഠിക്കുന്നതെങ്കിൽ ഈ ആശയത്തിൻ്റെ വേര് കിടക്കുന്നത് അവിടെയല്ല. ഈ ആശയമില്ലാതെ പിന്നെ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പഠിക്കുക? അപ്പോൾ സ്വാഭാവികമായും ശാസ്ത്രം എന്ന് പറയുന്നത് ഒരേ ഒരു മാർഗമാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ, അതല്ലാത്ത മറ്റെല്ലാത്തിനെയും നിരാകരിച്ചു കഴിഞ്ഞാൽ സയൻസിന് പഠിക്കാൻ വിഷയങ്ങൾ പോലും ഇല്ലാതായി തീരുമെന്നുള്ളതാണ്. സയൻസിനൊരു തത്വമായിട്ട് റിലേറ്റിവിറ്റി തിയറി മുന്നോട്ട് വെച്ചപ്പോൾ ആപേക്ഷികതാ സിദ്ധാന്തം സ്തംഭിച്ചു നിൽക്കുന്ന ക്ലാസിക്കൽ ഫിസിക്സിന് പിന്നീട് മുന്നോട്ടേക്കുള്ള വഴി സാധ്യമാക്കിയത് ഐൻസ്റ്റീനും ആപേക്ഷികതാ സിദ്ധാന്തവും ഒക്കെയാണല്ലോ. ആപേക്ഷികത, റിലേറ്റിവിറ്റി എന്ന പദം അത് റിലീജിയൻ്റെ സംഭാവനയാണ്, അത് ഈ പറയുന്ന ഫിലോസഫിയുടെ സംഭാവനയാണ്. അതൊരിക്കലും സയൻസിൻ്റെ സംഭാവനയായിരുന്നില്ല. ക്വാണ്ടം എന്ന് പറയുന്ന ആശയം ഇവിടെ നിന്ന് വന്നതാണ്. ക്വാണ്ടം എന്ന് പറയുന്ന ആശയം അത് സയൻസിൻ്റെതല്ല. അതുകൊണ്ട് ഇവിടെ സയൻസിനെതിരായിട്ട് പറയല്ല ചെയ്യുന്നത്. ഈ പറയുന്ന തീവ്രമായ സയൻറ്റിസ്റ്റുകൾ അവർ വാദിക്കുന്നത് പോലെ ജ്ഞാനം ശരിക്ക് ആർജിക്കുന്നതിന് അല്ലെങ്കിൽ വസ്തുതകളെ വിശകലനം ചെയ്യുന്നതിന് ഈ പറയുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഒരിക്കലും സ്വീകാര്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ ലഭ്യമല്ല എന്നുള്ളത് ഒന്നിനെയും നിരാകരിക്കുന്നതിനുള്ള ഒരു ന്യായമല്ല. തത്വശാസ്ത്രത്തിൽ തന്നെ തെളിവുകളുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ചിലർ പറയാറുള്ളത് തെളിവുകളാൽ സ്ഥാപിക്കപ്പെടുന്നത് വരെ ഒന്നും സത്യമല്ല എന്നുള്ളതാണ്. തെളിവുകളാൽ സ്ഥാപിക്കപ്പെടുന്നത് വരെ ഒന്നും സത്യമല്ല. ഇതിന് വിരുദ്ധമായിട്ടുള്ള വേറൊരു വാദം, തെളിവുകൾ കൊണ്ട് തെറ്റെന്ന് തെളിയുന്നത് വരെ എല്ലാ വാദവും സത്യമാണെന്നാണ്. തെളിവുകൾ കൊണ്ട് തെറ്റെന്ന് തെളിയുന്നത് വരെ എല്ലാ വാദവും സത്യമാണ്. ഇത് രണ്ടും ഫിലോസഫിയിലുള്ള വാദമാണ്. അപ്പോൾ തെളിവുകളെ സംബന്ധിച്ച് ചിന്തകന്മാർ ആശയക്കുഴപ്പത്തിലാണ് എന്നർത്ഥം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കെത്താവുന്ന നിഗമനം എന്താണെന്ന് വെച്ചാൽ, ലാക്ക് ഓഫ് എവിഡൻസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺട്രറി എവിഡൻസ് എന്നിവ കാരണമായി മാത്രം ഒരു പ്രൊപ്പോസിഷനെയും അംഗീകരിക്കാനോ നിരാകരിക്കാനോ പറ്റില്ല. ഒരു തത്വത്തെയും ഒരു പ്രസ്താവനയെയും സാധൂകരിക്കാനും പറ്റില്ല, തള്ളിക്കളയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പറയുന്ന എവിഡൻസ് അതിപ്പറയുന്ന ശാസ്ത്രമാത്രവാദത്തിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ദർശനത്തെയും അതിൻ്റെ ചില അപര്യാപ്തതകളെയും സംബന്ധിച്ച് നമ്മുടെ ഒരു സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരല്പമായി ലഘുവായി വിശദീകരിക്കാനാണ് ഞാനിവിടെ ശ്രമിച്ചിട്ടുള്ളത്. ഇനി ഇപ്പറയുന്ന നാസ്തികതയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ, അതുകൂടിയാണല്ലോ നമ്മുടെ വിഷയം. നിരീശ്വരവാദത്തിന് പ്രാചീനമായിട്ടുള്ളൊരു ചരിത്രമുണ്ട്. ഇപ്പോൾ തന്നെയും ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന സാമൂഹിക ചിന്തകന്മാർ അവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ, ഭൗതികവാദ വ്യാഖ്യാന പ്രകാരം പ്രകൃതി ശക്തികളുമായുള്ള മനുഷ്യൻ്റെ സങ്കീർണ ബന്ധങ്ങൾ സൃഷ്ടിച്ച കുറേ ആശയക്കുഴപ്പങ്ങളുണ്ട്. പ്രകൃതി ശക്തികളുമായുള്ള മനുഷ്യൻ്റെ സങ്കീർണ ബന്ധങ്ങൾ സൃഷ്ടിച്ച കുറേ ആശയക്കുഴപ്പങ്ങൾ. ഈ ആശയക്കുഴപ്പങ്ങളിൽ നിന്നാണ് പ്രപഞ്ചാതീതനായ ഒരു ദൈവം എന്ന സങ്കല്പമുണ്ടായത് എന്നുള്ളതാണ് വാദം. ഈ വാദം ആൻറ്റി ഡ്യൂറിങ് എന്ന പുസ്തകത്തിൽ
ഫ്രീഡ്രിഷ് എംഗൽസ് സമർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം അക്കൂട്ടത്തിൽ മറ്റൊന്നുകൂടി പറയുന്നുണ്ട്. അത് മാർക്സിസത്തിൻ്റെ പ്രത്യേകത. മാർക്സിസം ഒരു സാമൂഹിക ദർശനവും കൂടി ആയതുകൊണ്ടായിരിക്കാം. മാത്രവുമല്ല, ചരിത്രപരമായി ഇതിൽ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം പറയുന്നത്, കാലം അങ്ങോട്ട് മുന്നോട്ട് പോയി സമൂഹം ഒരല്പം കൂടി വികസിച്ചപ്പോൾ പ്രകൃതി ശക്തികളോടൊപ്പം സാമൂഹിക ശക്തികളും ഈ പറയുന്ന ദൈവങ്ങളുടെ സ്ഥാനത്തേക്ക് കടന്നു വന്നതാണ്. പ്രകൃതി ശക്തികളോടൊപ്പം സാമൂഹിക ശക്തികളും. അങ്ങനെയാണ് യുദ്ധം നയിക്കുന്നവരും വൈദ്യന്മാരുമൊക്കെ ദൈവങ്ങളായി മാറുന്നത് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. എന്തായാലും ഇത്തരത്തിൽ മനുഷ്യചിന്ത ഇപ്പറയുന്ന അതിഭൗതികമായ അഭൗതികമായ ആശയങ്ങളിലേക്ക് ചെന്നെത്തിയപ്പോൾ അവയോട് വിയോജിച്ചുകൊണ്ട് രംഗത്ത് വന്ന ചിന്തകൾ എന്നുള്ളതാണ് നാസ്തികതയെ സംബന്ധിച്ച് പൊതുവായി നൽകുന്ന ചരിത്രപരമായൊരു വിശകലനം. നേരത്തെ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പറയുന്ന വിശകലനം ഉണ്ടാകുന്നത് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പൗരാണികമായിട്ടുള്ള ഇതിൻ്റെ ഉത്ഭവം ഏറ്റവും പ്രാചീന കാലത്ത് നമ്മുടെ നാട്ടിൽ ചാർവാകൻ, ഗ്രീസിൽ എപ്പിക്യൂറസ്, ഡെമോക്രിറ്റസ് മുതലായിട്ടുള്ളവരൊക്കെയും ഇപ്പറയുന്ന നിരാകരണത്തിൻ്റെ വക്താക്കളായിരുന്നു, അല്ലെങ്കിൽ നാസ്തികതയുടെ വക്താക്കളായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ആധുനിക കാലത്ത് ജ്ഞാനോദയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് രൂപപ്പെട്ട് വരുന്നത്, അല്ലെങ്കിൽ ശക്തിയാർജിച്ച് വരുന്നത്. ആധുനിക നിരീശ്വരവാദം എന്ന് പറയുന്നത് അത് ആധുനിക ഹ്യൂമനിസത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. അവിടെ മതവും ശാസ്ത്രവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലുണ്ടായിരുന്നു, മതവും ചിന്തകളും തമ്മിലുള്ള. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അന്ന് സ്വതന്ത്ര ചിന്ത അനിവാര്യമായിരുന്നു, ഒന്നിനോടും പ്രതിബദ്ധതയില്ലാത്ത ചിന്തകൾ. കാരണം എന്തെന്നാൽ അത്രമേൽ കർക്കശമായ മതാധിപത്യം അന്ന് യൂറോപ്പിനെ വരിഞ്ഞു മുറുക്കിയിരുന്നു. ഒരു നിലക്കും ചർച്ച പറയുന്നതിനെതിരായിട്ട് ചിന്തിക്കാൻ, ചർച്ച പറയുന്ന സമയത്തല്ലാതെ ഉച്ഛ്വാസവായു വിടാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാവില്ല. ഈ സമയത്ത് മതാധിപത്യവുമായി തിയോക്രസിയുമായി ഏറ്റുമുട്ടിക്കൊണ്ടാണ് ഈ ചിന്തകളൊക്കെ വികാസം പ്രാപിച്ചത്. ആധുനിക ശാസ്ത്രമടക്കം നമുക്ക് ഗലീലിയോവിൻ്റെ ചരിത്രം അറിയാം, കെപ്ലറുടെയും ടൈക്കോ ബ്രാഹയുടെയും ഒക്കെ ചരിത്രം അറിയാം. ഇവരൊക്കെയും പീഡിപ്പിക്കപ്പെട്ടവരാണ്. ടൈക്കോ ബ്രാഹയും കെപ്ലറും കൊല്ലപ്പെട്ടവരാണ്, അവരെ ചുട്ടരിച്ച് കൊന്നുകളഞ്ഞു. അതേസമയം ഗലീലിയോ ആണെങ്കിൽ അവസാനം വീട്ടുതടങ്കലിലാവുകയും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ശരിയല്ല എന്ന് പൊതുജന മുമ്പാകെ സത്യം ചെയ്യേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുള്ള അനുഭവവും ചരിത്രത്തിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റേതായ ഒരു പശ്ചാത്തലം, ഈ ഒരു ഏറ്റുമുട്ടലിൽ നിന്നാണ്, മതവും ചിന്തകളും തമ്മിലുള്ള, സ്വതന്ത്ര ചിന്തകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നിന്നാണ് ആധുനിക ഹ്യൂമനിസം രൂപപ്പെട്ട് വരുന്നത്. സ്വാഭാവികമായും അതൊരു സെക്യുലർ ലിബറൽ ഹ്യൂമനിസമായിട്ട് മാറി, സെക്യുലർ ലിബറൽ ഹ്യൂമനിസമായിട്ട് മാറി. അത് കൂടുതൽ ശാസ്ത്രപക്ഷത്ത് നിൽക്കുകയും ശാസ്ത്രീയ ധാരണകളെ സംബന്ധിച്ച് സയൻറ്റിഫിക് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റിക് ആയിട്ടുള്ള ധാരണകൾ മാത്രം അവതരിപ്പിക്കുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. ആദ്യം അവർ ക്രൈസ്തവ ആധിപത്യത്തെയാണ് ചോദ്യം ചെയ്യുന്നത്, പിന്നീട് ക്രൈസ്തവ തത്വങ്ങളോട് തന്നെയുള്ള എതിർപ്പുകളായിട്ട് അത് മാറി. അത് തന്നെയും പിന്നീട് 4 തരമായി മാറിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഈ പറയുന്ന ആധുനിക നിരീശ്വരവാദം തന്നെയും പിന്നീട് 4 തരമായിട്ട് മാറിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗം തനി ദ്രവ്യവാദികളാണ്, ശുദ്ധ മെറ്റീരിയലിസ്റ്റുകൾ. എംപിരിക്കൽ അല്ലാത്ത ജ്ഞാനത്തോട് പൂർണ്ണമായ നിഷേധമാണ് അവർക്കുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളുമായി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സെൻസറി എക്സ്പീരിയൻസ് ഇല്ലാത്ത, ഒന്നിനെയും അംഗീകരിക്കാത്ത ഒരവസ്ഥാവിശേഷം. ഈ ഒരു സ്വഭാവത്തിൽ തനി ദ്രവ്യവാദികളായിട്ടാണ് അവർ മാറിയത്. യാന്ത്രിക ഭൗതികവാദം എന്ന് മാർക്സ് വിശേഷിപ്പിക്കുന്ന ഫൊയർബാഹിൻ്റെയും മറ്റുമൊക്കെ ചിന്തകൾ അക്കൂട്ടത്തിൽപ്പെട്ടതാണ്. അതേസമയം പല സംഗതികളെയും ചരിത്രപരമായിട്ട് സാധൂകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെതായ വക്താവായ കാൾ മാർക്സും യഥാർത്ഥത്തിൽ ഈ പക്ഷത്ത് തന്നെയാണ് നിൽക്കുക എന്ന് കാണേണ്ടതാണ്. അടിസ്ഥാനം ഇപ്പറയുന്ന വെറും മാറ്റർ, തനി ദ്രവ്യം തന്നെയാണുള്ളത് എന്നുള്ളതാണ് ആ ചിന്തയുടെ പ്രത്യേകത. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എഗ്നോസ്റ്റിക് എത്തീസ്റ്റ് എന്ന് പറയാം. അവരുടെ ചിന്ത തോമസ് ഹക്സ്ലിയെ പോലുള്ള, ഡാർവിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ഡാർവിനിസ്റ്റാണ് തോമസ് ഹക്സ്ലി. തോമസ് ഹക്സ്ലിയെ പോലുള്ളവർ അതിൻ്റെ വക്താക്കളാണ്. തൃപ്തികരമായ തെളിവുകളൊന്നും ലഭ്യമല്ല, ദൈവം എന്ന ആശയത്തിന് തൃപ്തികരമായ തെളിവുകളൊന്നും ലഭ്യമല്ല, എന്നാൽ ആ ആശയത്തെ അങ്ങോട്ട് തള്ളിക്കളയാനും പറ്റില്ല. ഇതാണ് എഗ്നോസ്റ്റിക് എത്തീസത്തിൻ്റെ നിലപാട്. മൂന്നാമത്തത് ഇതിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ആത്മീയ നിരീശ്വരവാദമാണ്. അതിനെ നമ്മൾ പാൻതീസം എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ പ്രകൃതി തത്വവാദം, പ്രകൃതി ദൈവവാദം എന്നും പറയാം. ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ, അതല്ലാത്ത വേറൊരു ദൈവവുമില്ല എന്നുള്ളൊരു ചിന്തയാണ് പാൻതീസം. നാലാമത്തെ വിഭാഗം നിരാകരണവാദികളാണ്. അവർ മതത്തെയും തത്വങ്ങളെയും ദൈവത്തെയും ഒക്കെ നിരാകരിച്ചു. പക്ഷേ നേരത്തെ പറഞ്ഞ തനി ദ്രവ്യവാദികളുടേതായ ഒരു നിലപാടായിരുന്നില്ല അവരുടേത്.
അവർ മതത്തോടും മതാധിപത്യത്തോടും പൊരുതിക്കൊണ്ട് സ്വതന്ത്ര ചിന്തയെ സ്ഥാപിക്കാൻ ശ്രമിച്ചവരാണ്. ബെർട്രൻഡ് റസലിനെ പോലുള്ളവരുടെ നിരീശ്വരവാദ ചിന്ത ഈ ഒരു പ്രവണതയോടാണ് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ അർത്ഥത്തിൽ നാലായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന തനി ദ്രവ്യവാദികൾ, ഞാൻ നേരത്തെ പറഞ്ഞു ഫൊയർബാഹ്, ലുഡ്വിഗ് ഫൊയർബാഹ്, അദ്ദേഹം എസൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ധാരാളം പുസ്തകങ്ങളുണ്ട്. എസൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റിയിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വാദം എന്താണെന്ന് വെച്ചാൽ, തനിക്ക് വേണ്ടി മനുഷ്യൻ സ്വയം തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രതിദ്വന്ദ്വം, അതാണ് ദൈവമെന്നാണ്. തൻ്റെ തന്നെ പ്രതിപക്ഷ സ്ഥാനി, മനുഷ്യന് ഒരു പ്രതിപക്ഷ സ്ഥാനി വേണം. അതുകൊണ്ട് തൻ്റെ പ്രതിപക്ഷ സ്ഥാനിയായിട്ട് മനുഷ്യൻ കണ്ടിട്ടുള്ള ഒരാശയമാണ് ദൈവമെന്നാണ്. അതോടൊപ്പം തന്നെ മനുഷ്യന് അതിജയിക്കാനുള്ളൊരു ശ്രമവും കൂടിയായിരുന്നു അത്. മനുഷ്യൻ്റെ മോഹങ്ങളും കാമനകളും ഭാവനകളായി മാറി ദൈവത്തിൽ അത് ഗുണങ്ങളായി ആരോപിക്കപ്പെടുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അപൂർണനാണ്, അതേസമയം ദൈവം പൂർണ്ണനാണ്. മനുഷ്യൻ പല കാര്യത്തിലും അശക്തനാണ്, ദൈവമാകട്ടെ ശക്തനുമാണ്. അതുപോലെ മനുഷ്യൻ അറിവിൽ പരിമിതിയുള്ളവനാണ്, ദൈവം സർവജ്ഞനാണ്. അപ്പോൾ ഇത് തൻ്റെ തന്നെ പരിമിതികളെ അതിജയിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫൊയർബാഹ് കണ്ടത് എന്ന് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ കാൾ മാർക്സിൻ്റെ വിശകലനം, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ടു ദ ക്രിട്ടിക് ഓഫ് ഹെഗൽസ് ഫിലോസഫി ഓഫ് റൈറ്റ്സ് എന്ന പുസ്തകത്തിൽ അത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പല പുസ്തകത്തിലുമുണ്ട് ഇതുപോലെ തന്നെ. അപ്പോൾ അതിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയമാണ് മതത്തെക്കുറിച്ച്, ഓപ്പിയം ഓഫ് ദി മാസസ്, മനുഷ്യ സമൂഹത്തെ മയക്കുന്ന ഓപ്പിയം, കറുപ്പ്, മനുഷ്യ സമൂഹത്തിൻ്റെ കറുപ്പാണ് അല്ലെങ്കിൽ അവീനാണ് മതം എന്ന് മാർക്സ് പ്രഖ്യാപിച്ചത് ആ പുസ്തകത്തിലാണ്. അതിൽ തന്നെ ചരിത്രപരമായി മതത്തിൻ്റെ കുറേ ഗുണങ്ങളെയും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു സാമൂഹിക പ്രതിഭാസമായിട്ടാണ് മതത്തെ കാണുന്നത്. ഫൊയർബാഹിൻ്റെ യാന്ത്രിക ഭൗതികവാദമല്ല ഇദ്ദേഹത്തിൻ്റെത്, അതൊന്നും വിശകലനം ചെയ്യാൻ ഇപ്പോൾ തൽക്കാല സമയമില്ല. എന്തായാലും അദ്ദേഹം പക്ഷേ മതത്തെ ഒരു സാമൂഹിക പ്രതിഭാസമായിട്ട് കാണുന്നുണ്ട്. അക്കൂട്ടത്തിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് മർദ്ദിത ജീവിയുടെ നിശ്വാസമാണ് മതം, ഹൃദയശൂന്യമായ ലോകത്തിൻ്റെ ഹൃദയമാണ് മതം, ഉന്മേഷരഹിത സാഹചര്യങ്ങളിലെ ലഹരിയാണ് മതം. അതുകൊണ്ട് മതം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഓപ്യം. ഓപ്യം എന്ന് പറയുമ്പോൾ ലഹരി എന്ന അർത്ഥമുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അന്ന് വേദന സംഹാരിയായിട്ട് കൂടി ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഈ ഓപ്പിയം. വേദന സംഹാരിയായിട്ട് ഓപ്പിയം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിലും ആവാം. കുറേ കൂടി ക്രിയാത്മകമായിട്ടുള്ള സമീപനമാണ് മാർക്സിസത്തിൻ്റേത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും അവിടെ പക്ഷേ സാമൂഹിക യാഥാർത്ഥ്യങ്ങളോടുള്ള പ്രതിഷേധമായിട്ട് മതത്തെ കാണുന്നുണ്ടെങ്കിലും ഈ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം ഒരു ഒളിച്ചോട്ടത്തിൻ്റേതാണ് എന്നതിൽ മാർക്സ് വിലയിരുത്തുന്നു. ഇനിയും സ്വയം കണ്ടെത്താത്തവനോ കണ്ടെത്തിയിട്ടും സ്വയം നഷ്ടപ്പെട്ടവനോ ആയിട്ടുള്ള മനുഷ്യൻ്റെ ആത്മബോധവും ആത്മസംവേദനവും തലകുത്തി നിർത്തപ്പെട്ട ലോകബോധമാണ് മതം എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ഇതിനൊരു മറുപടിയായിട്ട് വേണമെങ്കിൽ ഇതേ ഇസത്ത് ബെഗോവിച്ച് തന്നെ പറയുന്നൊരു വർത്തമാനമുണ്ട്. മനുഷ്യൻ എന്തായിട്ടാണോ ഭൂമിയിൽ നിലകൊള്ളേണ്ടത് അതാകാൻ മനുഷ്യനെ പ്രേരിപ്പിക്കലാണ് മതം എന്ന് ഇസ്ലാമിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്താണോ ആകേണ്ടത് അതാകാൻ എന്ന് പറഞ്ഞാൽ ഭൗതികവും മാനസികവുമായി ബാലൻസ്ഡ് ആയിട്ടുള്ള സന്തുലിതത്വമുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് ഇസ്ലാം എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. തിരിച്ചറിവ് എന്നതും പ്രധാനമാണ്. സ്വയം തിരിച്ചറിയുക. നേരത്തെ അന്ധപ്രജ്ഞയെക്കുറിച്ച് പറഞ്ഞു. അന്ധപ്രജ്ഞയെ നിരാകരിക്കുമ്പോഴാണ് അനുഭവമാത്രവാദം ഉണ്ടാകുന്നത്, ഇൻറ്റ്യൂഷനെ നിരാകരിക്കുമ്പോൾ. എന്നാൽ ഇൻറ്റ്യൂഷനുമായിട്ടാണ് വെളിപാടുകൾ ബന്ധപ്പെടുന്നത്. ഇൻറ്റ്യൂഷനെ ദെക്കാർത്ത് അംഗീകരിച്ചിട്ടുണ്ട്. ഈ യുക്തിവാദം എന്ന് പറയുന്നത് ഇൻറ്റ്യൂഷനെ നിരാകരിക്കലാണെന്ന് പറയുമ്പോൾ യുക്തിവാദത്തിൻ്റെ ആചാര്യനായ ദെക്കാർത്ത് ഇൻറ്റ്യൂഷനെ അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം വെളിപാടുകളെയും വളരെ യുക്തിപരമായി തന്നെ സമർത്ഥിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നന്മതിന്മകളെക്കുറിച്ചുള്ള അവബോധത്തെക്കുറിച്ച് പോലും വിശകലനമുണ്ട്. ധാർമ്മികമായിട്ടുള്ള ചിന്തകൾ, മനുഷ്യൻ്റെ ധാർമ്മികമായ ചിന്തകൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അതൊരിക്കലും തന്നെ ഈ ശാസ്ത്രത്തിൽ നിന്നാവാൻ സാധ്യതയില്ല. അത് മനുഷ്യൻ്റെ വികാസത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അതേക്കുറിച്ച് ന്യൂറോ സയൻസ് പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ ലാഘവമായിട്ടുള്ളൊരു മറുപടിയാണ്. അത്ര പോരാ. കാരണം മനുഷ്യ ചരിത്രം എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല, അത് വളരെ സങ്കീർണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ശരിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടത് ധാർമ്മികത എന്ന് പറയുന്നതും ഈ ഇൻറ്റ്യൂഷനുമായി ബന്ധപ്പെടുന്നതാണ്. ഈ ഇൻറ്റ്യൂഷനുമായി ബന്ധപ്പെടുന്നതാണ് ധാർമ്മികത എന്ന് പറയുന്നത്. ഇത് ഈ പറയുന്ന യുക്തിവാദികൾ, തത്വചിന്തയിലെ യുക്തിവാദികൾ, റാഷണലിസ്റ്റുകൾ വളരെ കൃത്യമായി വിശദീകരിച്ചതാണ്. അവരവിടെ മനുഷ്യൻ്റെ ഒരു പ്രകൃതത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, മനുഷ്യൻ്റെ സഹജ പ്രകൃതത്തെ സംബന്ധിച്ച്. ഈ സഹജ പ്രകൃതത്തെയാണ് വിശുദ്ധ ഖുർആൻ ഫിത്ര എന്ന് അടയാളപ്പെടുത്തുന്നത്. ഫിത്ര എന്ന് പറയുമ്പോൾ അതിനെ വിശദീകരിക്കുമ്പോഴും ഈ സഹജ സ്വഭാവത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ അത്
സ്വാത്മപ്രചോദിതമായിട്ട് തന്നെ നിലകൊള്ളുന്ന ഒന്ന് മനുഷ്യൻ്റെ ധർമാധർമ്മ വിവേചന ശക്തിയാണ്. അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ എന്നാണ് ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നത്. ഓരോ മനുഷ്യ വ്യക്തിക്കും അവൻ്റെ യുക്തിയിൽ തന്നെയും ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടൊരു സംഗതിയാണ് ഈ ധർമാധർമ്മ വിവേചനം. ഇതിൽ നിന്നാണ് ധാർമ്മികത ഉണ്ടാകുന്നത്. അതിനപ്പുറമുള്ള ധാർമ്മികതയെക്കുറിച്ചുള്ള വിശകലനങ്ങളൊക്കെ തുടർന്നുള്ള അവതരണങ്ങളിൽ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാർമ്മിക ബോധം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ എംപിരിക്കലായിട്ടുള്ള ജ്ഞാനത്തിൽ നിന്ന് കിട്ടുന്നതല്ല, അത് ഇൻറ്റ്യൂഷനിൽ നിന്ന് കിട്ടുന്നതാണ്, അത് അന്തഃപ്രജ്ഞയിൽ നിന്ന് കിട്ടുന്നതാണ്. സ്വാഭാവികമായും അതിലൂടെ മാത്രമേ മനുഷ്യന് അതിജീവനം സാധ്യമാകുന്ന, അതോടൊപ്പം തന്നെ വിമോചനവും. നേരത്തെ പറഞ്ഞു ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം സത്യം കണ്ടെത്തലല്ല, മറിച്ച് അതിജീവനം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിജീവനം എന്നത് മതത്തിൻ്റെയും വിഷയമാകുന്നുണ്ട്. ഏത് നിലക്ക് ചിന്തിച്ചാലും യുക്തിവാദത്തിൻ്റെയും അനുഭവമാത്രവാദത്തിൻ്റെയും നടുവിലാണ്, അഥവാ രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ സ്ഥാനം. ആശയവാദത്തെയും ഭൗതികവാദത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം അതിൻ്റെ തത്വചിന്ത മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം ഒരു മധ്യമ ചിന്തയാണ്. വസ്തിയത്ത് എന്നൊരാശയത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ ഒരു ആശയത്തെ വിശകലനം ചെയ്താൽ തന്നെയും ഈ രണ്ട് സ്വഭാവത്തിലുള്ള തീവ്രതകളെയും നിരാകരിക്കുവാൻ ആവശ്യമായിട്ടുള്ള ആശയപരമായ കരുത്ത് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ധാർമ്മികതയെ അടിസ്ഥാനമായിട്ട് പറയുമ്പോൾ തൗഹീദാണ് ഇസ്ലാമിൻ്റെ തിയോളജി. അതിന് വിരുദ്ധമായിട്ടുള്ള ആശയം ഷിർക്കാണ്. ഷിർക്കിനെ ഖുർആൻ ലുൽമ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ലുൽമ് എന്ന് പറഞ്ഞാൽ അനീതി എന്നുകൂടി അർത്ഥമാകാവുന്നതാണ്. അക്രമം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അനീതി എന്നുകൂടി അർത്ഥമാകാവുന്നതാണ്. സ്വാഭാവികമായും തൗഹീദിൻ്റെ അർത്ഥം നീതിയാണ്. അത് അതിലാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ തന്നെ ക്രിസ്തു എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചതായിട്ട് കാണാം, നീതി എന്ന് വിശേഷിപ്പിച്ചതായിട്ട് കാണാം. ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ധാർമ്മികത അത് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു. ഇത് മനുഷ്യൻ്റെ സഹജ പ്രകൃതത്തിൽ ഫിത്രയിൽ തന്നെ ഉള്ളതാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഈ സ്വഭാവത്തിലുള്ള ഒരു വിശകലനം ഇവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് തരത്തിലുള്ള വിശകലനങ്ങളെയും സംബന്ധിച്ച് ഈ സദസ്സ് വളരെ സ്വതന്ത്രമായി തന്നെ വിചിന്തനം നടത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്നവർ സ്വതന്ത്രമായി തന്നെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരാശയത്തെ സ്ഥാപിക്കുവാനോ അടിച്ചേൽപ്പിക്കുവാനോ ഉള്ള ശ്രമമായിട്ട് ഇതിനെ കാണേണ്ടതില്ല. ആ ഒരു അവതരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായി ധർമാധർമ്മ ബോധത്തോടുകൂടി യുക്തിബോധത്തോടുകൂടി യാഥാർത്ഥ്യത്തെ വിശകലനം ചെയ്യുവാനുള്ള ഒരു ശേഷിയിലാണ് ഞാനടക്കം എല്ലാവരും വികസിക്കേണ്ടത് എന്ന ഒരു ആശയം കൂടി, അങ്ങനെ ഒരു പ്രാർത്ഥന കൂടി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. വാഹിർ ദവാൻ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.